കേരളത്തിലെ കർഷകരെ സംബന്ധിച്ചോളം വളരെ ബുദ്ധിമുട്ടിക്കൂടാണ് പോകുന്നത്. അതിപ്പം സർക്കാർ അതുപോലെ സർക്കാരിൻ്റെ കയ്യിൽ തന്നെ പിടി വിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻലി ഇവിടെ തൊഴിലാളികളില്ല, നമ്മുടെ കർഷകർ. അപ്പോൾ കാർഷികം എന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്ന നെൽകൃഷിയാണ്. അപ്പം നെൽകൃഷിയെ സംബന്ധിച്ചിടത്തോളം നെൽകൃഷി അറിയുന്നവർക്ക് ചെയ്യാൻ പറ്റും, അല്ലാതെ ആർക്കും കയറി ചെയ്യാൻ പറ്റില്ല തൊഴിൽപരമായിട്ട്. അപ്പോൾ അങ്ങനെ അറിയുന്നവർ പലരും ഇതിൽ നിന്ന് പോയി. ഇപ്പോൾ പുതിയ തലമുറയിൽ ആരും വരുന്നില്ല. അപ്പം നമ്മൾ മറ്റുള്ള അതിഥി തൊഴിലാളികളെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. പിന്നെ അവരുടെ നാട്ടിലെ അറിവ് വെച്ചാണ് നമ്മുടെ ഇവിടെ ചെയ്യുന്നത്. ഇവിടെ പോലും പാലക്കാട്ടെ കൃഷി രീതിയല്ല കുട്ടനാട്ടിലെ കൃഷി രീതി. ഇതെല്ലാം വ്യത്യസ്തമാണ്. കുട്ടനാടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ലോകത്തെ തന്നെ ഒരു വണ്ടറാണ്. കാരണം സീ ലെവലിൻ്റെ താഴെയുള്ളൊരു പ്ലേസാണ്. അങ്ങനെ ഒരു സ്ഥലത്താണ് കൃഷി ഞങ്ങളൊക്കെ ചെയ്യുന്നത്. കാരണം വെള്ളം പുറത്തേക്ക് തള്ളി അത് വറ്റിച്ച് അവിടെ കൃഷി ചെയ്യുകയാണ്. ജീവിതത്തിൻ്റെ ഭാഗമാണല്ലോ സിനിമ, എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. മറ്റേത് ഒരു കുടുംബ പശ്ചാത്തലം പാരമ്പര്യം അനുസരിച്ച് അച്ഛൻ്റെ മരണത്തോടനുബന്ധിച്ച് ഞാനത് ചെയ്ത് ഞാൻ അതിനകത്ത് ആക്റ്റീവായിട്ട് വന്ന് ഇപ്പോഴും ഈ സെക്കൻഡ് വരെയും ഞാൻ അതിനകത്ത് വളരെ അപ്ഡേറ്റാണ്. എല്ലാ കാര്യങ്ങളിലും അതിനകത്ത് ഇടപെട്ട് ഞാൻ വീട്ടിലിരുന്ന് കൃഷി ചെയ്യുന്ന ആളല്ല. ഞാൻ പാടത്ത് പോയി അവരുമായിട്ട് സഹകരിച്ച് കൃഷി ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ നെഗറ്റീവും പ്ലസ്സും എല്ലാം മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചോളം കൃഷി എന്ന് പറയുന്നത് ഒരു മനസ്സുഖവും മനസ്സമാധാനവും ഒക്കെ കിട്ടേണ്ട ഒന്നാണ്. പലപ്പോഴും മനസ്സമാധാനക്കേടാണ് വരുന്നതെങ്കിലും നമ്മൾ ആ മനസ്സുഖത്തിനും ഒരു സന്തോഷത്തിനും വേണ്ടി ചെയ്യുന്നൊരു കാര്യമാണ്. മറ്റേതുണ്ടെങ്കിലേ എനിക്കിതൊക്കെ ഉണ്ടാകത്തുള്ളൂ. സിനിമയുണ്ടെങ്കിലേ എനിക്കിതിനൊക്കെ എന്തെങ്കിലും ചെയ്യാൻ ഒരു ത്രാണിയാണ് ഉണ്ടാകത്തുള്ളൂ. കാരണം അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാലേ ഇവിടെ കൊണ്ട് കളയാനും പറ്റൂ. അപ്പോൾ തീർച്ചയായിട്ടും കൃഷി എന്ന് പറയുന്നതും സിനിമയെന്ന് പറയുന്നതും എൻ്റെ ജീവിതം. സർക്കാരിനോടല്ലേ പറയാൻ പറ്റൂ. ഏത് സർക്കാർ, കഴിഞ്ഞ പ്രാവശ്യം LDF സർക്കാരായിരുന്നു, ഇപ്പോൾ UDF വരുന്നു. നമ്മൾ പറയുന്നത് LDF എന്നോ UDF എന്നോ BJP എന്നോ അല്ല, ആര് ഭരിക്കുന്നോ അവരോടെ പറയാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് അത് അവർക്ക് ഒരു പാർട്ടിക്കെതിരല്ല പറയുന്നത്, ഒരു സർക്കാരിനോടാണ് പറയുന്നത്. ആ സർക്കാരിൻ്റെ ഈ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട മിനിസ്റ്റർ തൊട്ട് ആ ഡിപ്പാർട്ട്മെൻറ്റുകാർ നമുക്ക് വേണ്ട, അവർ എത്രയോ ലക്ഷങ്ങൾ ശമ്പളങ്ങൾ മേടിച്ച് ചെയ്യുന്നു. അപ്പോൾ അവരിത് തിരിച്ചറിഞ്ഞ് നമ്മളെക്കാൾ കൂടുതൽ നമ്മളെക്കൊണ്ട് ഫോഴ്സ് ചെലുത്തി ചെയ്യിക്കേണ്ട ആൾക്കാർ നമുക്ക് അനുകൂലമായി ഒരു തീരുമാനങ്ങൾ എടുക്കുന്നില്ല എന്ന് വരുമ്പോൾ നമുക്ക് വളരെ മാനസികമായിട്ട് വിഷമം വരും. കാരണം ഇതിൽ നിന്ന് വളരെയധികം ആൾക്കാർ വിട്ടുപോവുകയാണ്, വളരെയധികം. ഞാൻ വന്നതിന് ശേഷമൊക്കെ തന്നെ ഏതാണ്ട് 53% ആൾക്കാർ ഈ ഒരു 4-5 വർഷത്തിനുള്ളിൽ പോയി എന്ന് പറയുമ്പോൾ നമുക്കറിയാം. ഇന്നിപ്പം ഞാൻ നിൽക്കുന്ന ഈ സമയത്ത് പോലും അരിക്ക് വില കൂടിക്കൊണ്ടിരിക്കുകയെന്ന് പറയും. അപ്പോൾ അരിക്ക് വില കൂടിക്കൊണ്ടിരിക്കുക, പക്ഷേ ഞങ്ങളുടെ നെല്ലിന് അതിനനുസരിച്ചുള്ള മൂല്യം ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ഇത് ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുന്ന, ഇത്രയും കഷ്ടപ്പെട്ട് കൊണ്ട് കൊടുക്കുന്ന ഞങ്ങൾക്ക് അതിൻ്റെ അനുസരിച്ച് കിട്ടുന്നില്ല. ഇത് കുറഞ്ഞുകൊണ്ടിരിക്കും തോറും ഇവിടുത്തെ അരിയുടെ വില കൂടിക്കൊണ്ടിരിക്കും. അപ്പോഴും നമ്മുടെ പൊതുസമൂഹത്തിന് കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത് അതിൻ്റെ എക്സ്ട്രീം ആകുമ്പോഴേ ഉണ്ടാകത്തുള്ളൂ. അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങളെപ്പോലുള്ളവരുടെ ഒരു തന്നാൽ കഴിയുന്ന ഒരു ചെറിയ പ്രയത്നം ഇതിനകത്ത് ചെയ്യുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.